ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി മക്കൾ സ്കൂളിൽ പോയിട്ട് ഒരാഴ്ചയായി. പ്രളയവും മഴയൊക്കെ കാരണം ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ സ്കൂളൊക്കെ ലീവാണ്. അന്നേരം ഒരാഴ്ച നമുക്ക് നേരം വൈകി എഴുന്നേറ്റാൽ മതിയായിരുന്നു, കാര്യങ്ങളൊക്കെ സുഖമായിരുന്നു. അന്നേരം ഇനിയിപ്പോൾ എല്ലാം തെറ്റി രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റേ പറ്റുള്ളൂ. എന്നാലും ഇന്ന് എൻ്റെ 5 മണി കഴിഞ്ഞു പോയിട്ടോ. അലറാൻ അടിച്ചിട്ടും പിന്നെയും ഞാൻ ഒന്നുകൂടെ അവിടെ അങ്ങോട്ട് കിടന്നു. എനിക്കാനൊരു മടി, കുറേ ദിവസമായില്ലേ വിചാരിച്ചു. പിന്നെ കിടന്നാൽ കാര്യങ്ങളൊക്കെ ചിറ്റിപ്പോകും. ഷാണ് പണിക്ക് പോകണം, എല്ലാ പരിപാടികളുണ്ട്. അന്നേരം പിന്നെ രാവിലെ എണിച്ചു വേഗം തീയൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചു, ചായ വെച്ചു. ഗ്യാസ് നിറച്ചിട്ടില്ല കേട്ടോ, ഈ ബുധനാഴ്ച വേണം ഗ്യാസ് നിറയ്ക്കാൻ. അന്നേരം വേഗം ആദ്യം ചായ വെച്ചു. അന്നേരം ചായ വെക്കാൻ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നമ്മളെ പുട്ടുപൊടി ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ പാക്കറ്റ് ആദ്യമായിട്ടാണ് പുട്ടുപൊടി മേടിക്കുന്നത്. ഷാണ് 10 മണിക്കത്തേക്ക് കൊണ്ടുപോകണം. അന്നേരം പുട്ട് മതി എന്ന് പറഞ്ഞു. അന്നേരം പുട്ടുപൊടി ആദ്യമായിട്ട് മേടിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ ടിവിയിലൊക്കെ മൊബൈലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയായിരുന്നു ചൂടുവെള്ളം ഒഴിക്കണം പുട്ടുപൊടിയിൽ. അന്നേരം ഒരു ഗ്ലാസ് പുട്ടുപൊടി ഞാൻ എടുത്തു. അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസോളം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. കാരണം പുട്ടുപൊടി പെട്ടെന്ന് അങ്ങ് വെള്ളം വലിച്ചെടുത്തു കേട്ടോ. ആ ഒരു ഗ്ലാസ് കറക്റ്റായിരുന്നു കേട്ടോ. അന്നേരം അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണ്ടേ. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ചൂടല്ല, ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അന്നേരം 2 പാക്കറ്റും വ്യത്യാസമുണ്ട്. 2 പ്രാവശ്യമായിട്ട് മേടിച്ച പൊടിയാണ് കേട്ടോ. അന്നേരം ആദ്യത്തെ പാക്കറ്റിൽ ലേശം ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. പിന്നെ മറ്റേ പാക്കറ്റിൽ നിന്ന് കുറച്ചുകൂടി എടുത്തു. അത് രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു, ടേസ്റ്റും വ്യത്യാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മേടിച്ച പുട്ടുപൊടിയായിരുന്നു നല്ല ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് കാരനാണ് പിന്നെ ഒരു പാക്കറ്റും കൂടി മേടിച്ചത്. അതിൻ്റെ പുട്ടുപൊടിയൊക്കെ അവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, ഉപ്പും നനച്ച് പുട്ടുപൊടിയൊക്കെ അവിടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതൊന്നൊരു 15 മിനിറ്റ് അവിടെ ഇരിക്കണം എന്നാണ് പറയുന്നത്, അതിൽ എഴുതി വെക്കുന്ന കവറിൻ്റെ പുറത്ത്. അന്നേരം ഞാനത് അവിടെ വെച്ചു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പുട്ട്. നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ട് വൈകുന്നേരം എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം അവിടെ വെച്ചു. പിന്നെ ഇനി സാമ്പാറാണ് കേട്ടോ. ഇന്ന് സാമ്പാർ കഷ്ണമൊക്കെ ഞാൻ തലേ ദിവസമേ മുറിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം രാവിലത്തെ തിക്കും തിരക്കും നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ. സാമ്പാർ കഷ്ണം മുറിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണിയാണ്. പിന്നെ ഒരടുപ്പല്ലേ ഉള്ളൂ, എല്ലാം കൂടെ ആ അടുപ്പിൽ വേഗില്ല. അന്നേരം ഞാൻ വെച്ച് വേഗം ആ പരിപാടി വൈകുന്നേരം അങ്ങോട്ട് രാത്രി തന്നെ അതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ അങ്ങോട്ട് പിടിച്ചും കിട്ടും കഷ്ണത്തിൽ. പിന്നെ രാവിലെ തേങ്ങ വറുത്തരയ്ക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. അന്നേരം തേങ്ങ വറുത്തരയ്ക്കുന്ന സാമ്പാറാണ് കേട്ടോ. അന്നേരം അത് തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ച തേങ്ങ ലേശം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം കുട്ടിപ്പട്ടാളങ്ങളാരും എണീറ്റിട്ടില്ല, ഞാൻ ഷാണ് മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ. അത് തേങ്ങ വെള്ളം രാവിലെ തന്നെ അങ്ങോട്ട് അകത്താക്കി. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി എൻ്റെ ഈ മേശ തുടയ്ക്കൽ. ഇടയ്ക്കിടയ്ക്ക് ഈ മേശ ഇങ്ങനെ തുടച്ചുകൊണ്ടേ ഇരുന്നിട്ടില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അന്നേരം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അന്നേരം പുതിയ കൂട്ടുകാരെല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. പഴയ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ പരമാവധി കാണാം കേട്ടോ. നിങ്ങൾ ജോലി തിരക്കാണെങ്കിൽ എവിടെയെങ്കിലും ഓണാക്കി വെച്ചോളൂ, എന്നിട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് അവിടെ ഓടിക്കോട്ടെ. അന്നേരം തേങ്ങ പൊട്ടിച്ച് ചിരകി എടുത്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ തേങ്ങ ചിരട്ട ഞാൻ അവിടെ പുറത്ത് വിറകിൻ്റെ മുകളിൽ വെച്ചാണ്. നിലത്ത് എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ ഉറുമ്പ്, എൻ്റെ അമ്മയെ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഉറുമ്പ് കടിയായിരുന്നു കേട്ടോ. കട്ടിലിൻ്റെ മുകളിൽ നമ്മൾ അടുക്കളയും കിടപ്പുമുറിയും കൂടെ അടുത്തടുത്തായതുകൊണ്ട് എന്തേലും തരിമണി എവിടെയെങ്കിലും വീണാൽ മതി, ഉറുമ്പിൻ്റെ പ്രശ്നം ഭയങ്കരമാണ് കേട്ടോ. പിന്നെ ഈ കുഞ്ഞാപ്പുക്കുട്ടി ഉണ്ടല്ലോ, ഉറുമ്പിനെ വിളിച്ച് വരുത്താനായിട്ട് ബിസ്ക്കറ്റും അതും ഇതായിട്ട് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടും. രാത്രി തന്നെ ഉറുമ്പ് കടിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നു. എങ്ങനെ കുഞ്ഞാപ്പൂന് അടിയിട്ടു കേട്ടോ. അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് രാവിലെ എണീറ്റിട്ടാട്ടോ ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുത്തത്. ഉറുമ്പിനെയൊക്കെ കുറേ നേരം ഉറുമ്പിൻ്റെ മുകളിൽ പണിയെടുത്തു കേട്ടോ. എൻ്റെ അമ്മയെ കുറേ ഉറുമ്പിനെ കൊന്ന് മൊത്തം തട്ടിക്കുറഞ്ഞ് വൃത്തിയാക്കി എടുത്തു. പിന്നെ സാമ്പാറിനുള്ള വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനങ്ങയും കൂടെ വാട്ടാൻ വേണ്ടി മുറിച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതാ വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ഇത് 3 വാട്ടിയിട്ടാണ് ഇട്ടിട്ട് ബാക്കി എല്ലാം ഒന്നിച്ചങ്ങ് വേവിക്കും. പരിപ്പ് ആദ്യം കുറച്ചൊന്ന് വേവായതിന് ശേഷം സാമ്പാർ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അന്നേരം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഞാൻ തേങ്ങ വറക്കുന്നതിൻ്റെ അകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒന്നുമില്ല മിണ്ടാതിരി, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ട് കുഞ്ഞാപ്പൂ ഇടങ്ങേറാക്കല്ലേ കുഞ്ഞാപ്പൂ വന്ന് ഇവിടെ കച്ചറയാക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂന് ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് ഞാൻ വോയിസ് ഇടുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അവൾക്ക്. അപ്പോൾ ഒക്കെ എന്തെങ്കിലും തിരുപ്പി ഒപ്പിക്കണം കേട്ടോ. എൻ്റെ മടിയിൽ വന്നിരുന്ന് കച്ചറയാക്കണം. എല്ലാവരും ഒന്ന് ക്ഷമിച്ചാളാം കേട്ടോ. അതായത് തേങ്ങ ഇതാ പകുതി എടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ പുട്ടിന് വേണ്ടിയിട്ട്. പകുതിയാണ് കേട്ടോ വറക്കാൻ എടുക്കുന്നത്. 1.5 മുറി തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു സാമ്പാറിന് അത്യാവശ്യം തേങ്ങ വേണം. ഇന്നിപ്പോൾ എനിക്ക് സാമ്പാർ വെച്ചാൽ നാളെ കറി വെക്കേണ്ട, അതാണ് എൻ്റെ ഒരു കാര്യം. അതായത് ഞാനിതാ പൊടി ഐറ്റംസ് ഒക്കെ എടുത്ത് ആദ്യമേ പുറത്തു കൊണ്ട് വെക്കുന്നുണ്ട്. കാരണം അടുപ്പിനടുത്ത് തേങ്ങ വറക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് വരൽ ഭയങ്കര റിസ്ക്കാണ്, കരിഞ്ഞു പോകും. നമുക്ക് ഗ്യാസ് പോലെ തീ കുറച്ച് വെക്കൽ പരിപാടിയൊന്നും അവിടെ നടക്കില്ലല്ലോ. എല്ലാ സംഗതികളും എടുത്ത് ആദ്യം പുറത്ത് കൊണ്ടുവച്ചു, എന്നിട്ടാണ് ബാക്കിയുള്ള സംഗതികൾ എടുത്ത് പോകുന്നത് കേട്ടോ. പിന്നെ നേരെ പോയി ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് അരിയിട്ട് ചോറ് ഒരുവിധം വേവായി വന്നപ്പോൾ ഞാൻ എന്തൊക്കെ സൈഡിൽ അടുപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ച്. ഇനി അത് ചൂടിൽ അവിടെ വെന്തോളും, അല്ലെങ്കിൽ സമയം പോകും കേട്ടോ. അതുകൊണ്ടാണ് 7 ആകുമ്പോൾ ഷാണ് പോകണം. അന്നേരം വേഗത സാമ്പാർ വെക്കാൻ കേട്ടോ.
സാമ്പാറിന് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ തേങ്ങ വറുത്തത്. അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി അതിൻ്റെ അകത്തേക്ക് തന്നെ ഇങ്ങോട്ട് ചൂടാക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തേങ്ങ വറുത്തത് മാറ്റി വെച്ചിട്ട് ഇട്ട് ചൂടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും. ചില സമയമൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കും കേട്ടോ. അതിങ്ങനെ വെച്ചാലും എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഒരുപോലെയാണ് നമ്മളെ വറുത്തരച്ച സാമ്പാറിന്. എല്ലാവരും തേങ്ങ വറുത്തരച്ച സാമ്പാർ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ തന്നെയാണ് വെക്കാന്ന്. പിന്നെ അത് 2 മണി ജീരകം കൂടി ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുരുമുളക് ഇട്ട ജീരകമല്ല, കുരുമുളകിൻ്റെ 2 മണി മതി, കൂടുതലൊന്നും വേണ്ട. അതൊക്കെ എടുക്കാൻ പോകാനുള്ള മടി കാരണം അങ്ങനെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ തേങ്ങയൊക്കെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുക, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക കേട്ടോ. വാട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയുക, നമ്മളെ സാമ്പാർ പിന്നെ കേട് വരില്ല. നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അടുപ്പത്ത് വെക്കാൻ, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ എടുത്ത് വെക്കാൻ, അന്നേരം കേടായി പോവില്ല. ഞാൻ പിന്നെ തിളപ്പിച്ചെടുക്കും വൈകുന്നേരമൊക്കെ ആകുമ്പം, അന്നേരം പിന്നെ കേടാവില്ല കേട്ടോ. 2 ദിവസമൊക്കെ കേട് കൂടാതിരിക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് തിളപ്പിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. വൈകുന്നേരമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. അന്നേരം ഇതൊക്കെ ഒന്ന് വാട്ടിയിടുക. വാട്ടിയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അരച്ച് കൊണ്ടുവരണം. അരച്ചത് എടുക്കണം. ഇതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് കേട്ടോ വാട്ടുന്നത്. അന്നേരം തേങ്ങ ഞാൻ വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുക്കുക. ഞാൻ അധികം തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ വെള്ളം കൂട്ടാറില്ല കേട്ടോ. അരയ്ക്കുമ്പോൾ തേങ്ങയും കൂടെ അരച്ച് കൊണ്ടുവന്ന് പുളിയും കൂടെ വെള്ളത്തിലിട്ടും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. തേങ്ങ നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുക കേട്ടോ. വേഗം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം വെള്ളം കൂട്ടാതാണ് വെച്ചാൽ അതിനകത്തുള്ള എണ്ണമയാണ് കേട്ടോ തെളിഞ്ഞിരിക്കുന്നത്. അന്നേരത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അരിതാ സാമ്പാർ കഷ്ണം ഞാൻ വേവിച്ച് വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സാമ്പാർ കഷ്ണം തലേന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. വൈകുന്നേരം, അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ വേവിച്ച് വെച്ചാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ കഷ്ണങ്ങൾ, വാട്ടിയ കഷ്ണങ്ങളും അരപ്പും ഒക്കെ കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങോട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ റെഡി കേട്ടോ. അതൊക്കെ കലമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞിച്ചട്ടിയിലാണെന്ന് വെച്ചത്, അതുകൊണ്ട് തന്നെ ചട്ടി നിറഞ്ഞു പോയി കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേക്ക് നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് വാങ്ങി വെച്ചാൽ മതി കേട്ടോ. പിന്നെ വാങ്ങി വെക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ നേരെ കയറി വന്നു. അതവിടെ തിളയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നത്. അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് അകത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ തീർത്ത് വെക്കാമല്ലോ വിചാരിച്ചിട്ട്. അതായത് ആ സാമ്പാർ പൊടി പൊട്ടിച്ചതില്ലായിരുന്നു. അന്നേരം പൊട്ടിച്ച് കുപ്പിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അതായത് അവിടെ തീ കത്തുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. തീ കെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ. അന്നേരം സാമ്പാർ പൊടിയൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഒന്ന് തിള വന്നിട്ട് ഇത് കൊണ്ടുപോയി അങ്ങ് ഇടുള്ളൂ കേട്ടോ. ലേശം കായൊന്നും ഞാൻ ചേർക്കില്ല, സാമ്പാർ പൊടി മാത്രമേ ചേർക്കുള്ളൂ. അന്നേരത്തേക്ക് സാമ്പാർ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. സാമ്പാർ പൊടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇട്ടു കേട്ടോ. അന്നേരം ഞാനിതാ പുട്ടിനും കൂടെ വെക്കുകയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഷാണ് പോകണം. അന്നേരം എന്നോട് പറഞ്ഞു എനിക്ക് കറിയൊന്നും വേണ്ട, നീ പഞ്ചസാര ഇട്ട് തന്നാൽ മതി പുട്ട് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എളുപ്പമായി, എനിക്കും എളുപ്പമായി. അന്നേരം വേഗം കുഞ്ഞാപ്പു അവിടെ എന്താ ചെയ്യുന്നത്, കുഞ്ഞാപ്പു ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം പുട്ടുപൊടി ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. അടുപ്പത്തൊക്കെ വെച്ച് പുട്ടൊക്കെ ആയിട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാ പരിപാടികൾ ടപ്പേന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു കേട്ടോ. അന്നേരം പുട്ട് ഒരു കഷ്ണേ മൂപ്പര് കൊണ്ടുപോയിട്ടുള്ളൂ. മൂപ്പർക്ക് അധികം ഒന്നും 10 മണിക്ക് ഫുഡ് വേണ്ട. രാവിലെ ലേശം ചോറ് കഴിച്ചിട്ടാട്ടോ പോകുക. അന്നേരം പിന്നെ 10 മണിക്ക് അധികം ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട. അതിൽ ലേശം പഞ്ചസാരയും കൂടെ തൂവിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരത് കഴിച്ചോളൂ കേട്ടോ. നല്ല പുട്ടായതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പുട്ട് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. ഇവിടെ പുട്ട് ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ് എൻ്റെ കെട്ടിയവൻ. അന്നേരം പിന്നെ ഇത് പുട്ട് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ വേഗം നെഞ്ഞരിച്ചിലൊക്കെ വരും. ഇത് കഴിക്കുമ്പോൾ അങ്ങനെ നെഞ്ഞരിച്ചിൽ വരുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അരതാ പാത്രമൊക്കെ പാർസലാക്കി കൊടുത്തു. പിന്നെ പൊന്നൂസിനുള്ള പൊന്നൂസ് തന്നെയാണ് കേട്ടോ ഒന്ന് പാർസലാക്കി കൊണ്ടുപോയത്. എനിക്ക് അന്നേരത്തേക്ക് ഞാൻ ഉറുമ്പിനെ കൊല്ലാനും പരിപാടികൾക്കൊക്കെ പോയി. പിന്നെ ഒരു കഷ്ണം പുട്ടിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയായിരുന്നു. ആരാധ അവിടെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ മക്കൾക്കുള്ള പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരി ഉണ്ടാക്കണം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം അതേ അടുപ്പത്തേക്ക് വേഗം എന്താക്കിയാൽ ആ കുട്ടികൾക്കുള്ള പുട്ടും കൂടെ അങ്ങോട്ട് റെഡിയാക്കാൻ വെക്കാം കേട്ടോ. അടിയിൽ എന്താ പുട്ടുംകുറ്റീൻ്റെ അടിയിൽ തുണിയൊക്കെ ചുറ്റി വെച്ചേ നോക്കണ്ട. അത് ആവി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പുട്ടുംകുറ്റീന്ന് എന്താ അറിയണില്ല, നിലത്ത് വീണിട്ടാണ് അറിയില്ല. കുഞ്ഞാപ്പ് കുറേ പ്രാവശ്യം എടുത്ത് എറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോന്നും അറിയില്ല. അന്നേരം പുട്ടൊക്കെ നിറച്ചു വേഗം അടുപ്പത്ത് കൊണ്ടുവച്ചു വേവിക്കുകയാണ് കേട്ടോ. ഈ അകത്തും പുറത്തുമായിട്ടുള്ള പരിപാടികളാണ്. അന്നേരം കുഞ്ഞാപ്പ് അന്നേരത്തേക്ക് എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ അവൾക്കൊരു ഒരു ഗ്ലാസ് ചായയും ബ്രെഡുമാണ് കേട്ടോ കൊടുത്തത്. ആ ബ്രെഡ് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. അതിന് ചായയിൽ മുക്കി അലമ്പി പിഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞ് ഒക്കെ 36 സ്ഥിരം പരിപാടിയാണ്. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊരു കളിയാണ് കേട്ടോ രാവിലെ. അന്നേരതാ അവളോട് ഞാൻ പറഞ്ഞു പുട്ട് തിന്നോന്ന് പറഞ്ഞു. ബ്രെഡ് തിന്നണ്ട, പുട്ട് തിന്നോന്നൊക്കെ പറഞ്ഞു. ബ്രെഡ് വേണ്ട, പുട്ടെന്നെ മതി പറഞ്ഞു. പിന്നെ ഷാട്ട പോകാൻ ഇറങ്ങിയപ്പോൾ താക്കോല് ചക്കര കൊണ്ട് കൊടുത്തതിനാണ് കേട്ടോ ഈ കരയുന്നത്. അവൾക്ക് തന്നെ അവൾ അച്ഛൻ്റെ എല്ലാ സാധനങ്ങളും അവൾക്ക് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആൾക്ക് വേഗം കരച്ചിൽ വരും. അവൾ അച്ഛൻ്റെ സാധനങ്ങൾ വേറെ ആരും എടുക്കാൻ പാടില്ല. ബാഗ്, താക്കോല്, ബെൽറ്റ് എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും, പേഴ്സാണെങ്കിലും ഫോണാണെങ്കിൽ എന്താ 36 തന്നെ ചെയ്യണം. അവൾ മാത്രമാണ് അച്ഛൻ്റെ അമ്മേൻ്റെയും കുട്ടി, മറ്റൊരു 2 പേര് അച്ഛൻ്റെ അമ്മേൻ്റെയും കുട്ടിയല്ല എന്നാണ് അവൾ പറയുന്നത്. എത്ര പറഞ്ഞാലും സമ്മതിച്ച് തരേയില്ല. അന്നേരം ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ
എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ മേശപ്പുറത്ത് വേറെ ഒന്നും വെക്കാനുള്ള സ്ഥലമില്ല, മേശപ്പുറം ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള കേവേജൊക്കെ ഞാൻ കുറേ നേരമായി കഴുകി കൊണ്ട് വെച്ചിട്ട് അരിയാനുള്ള സമയത്തിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയിട്ടില്ല. അന്നേരം ചക്കരേനോട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ ചായ ക്ലാസ്സൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടുത്തെ രാവിലത്തെ ചക്കപ്പൊക്കെ ഇല്ലേ, വോയിസ് ഇടാണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. അത് എല്ലാ വീട്ടിലും അങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. രാവിലത്തെ ഒരു ഒച്ചപ്പാട് വല്ലാത്ത ഒച്ചപ്പാടായിരിക്കും എല്ലാ വീട്ടിലും. കുറേ ദിവസം കൂടിയിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെയാണ് ചക്കരയ്ക്ക്. പിന്നെ ഞാൻ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നേരെ അകത്തുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരൽ, തട്ടലും, മുട്ടലും എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പേരി ഇവിടെ ആവിയിലിരുന്നിട്ട് അങ്ങോട്ട് വെന്തോളും. ഉപ്പേരി ആയിക്കഴിഞ്ഞാൽ കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൻ്റെ അടുത്ത പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് കുഞ്ഞാപ്പൂനുള്ള പപ്പടം വറുത്താൽ മതി കേട്ടോ. അന്നേരം ഇതാ കുഞ്ഞാപ്പൂന് പുട്ട് കൊടുത്തു. ബ്രെഡ് തിന്നാത്തതുകൊണ്ട് പുട്ട് കൊടുത്തു. അതുപോലെ ലേശം തിന്ന് ബാക്കി അവിടെ ഇട്ടു കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുത്തത്, കഴിച്ചിട്ടില്ല. ഞങ്ങൾ പുട്ടും പഴമാണ് കേട്ടോ കഴിച്ചത്, കുട്ടികളും ഞാനും. പിന്നെ ഇതാ നേരെ അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. മുറ്റടിച്ചിട്ടില്ല കേട്ടോ. പാത്രവും കഴുകാണ്ട് കുറച്ചും കൂടെ രാവിലത്തെ പരിപാടീൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് കഴുകണം. അന്നേരം ചക്കര പോകുന്നതിന് മുന്നേ വേഗം തുണിയലക്കൽ പരിപാടി അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. എന്നാലും എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളുള്ളൂ. അതുകൊണ്ടാണ് വേഗം അലക്കൽ പരിപാടി അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ പാത്രം കഴുകലും മുറ്റടിക്കലും അലക്കലും പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ വെച്ചാൽ കുഞ്ഞാപ്പൂ എൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങി വന്ന് ഇപ്പം തന്നെ പുഴയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചക്കരയും ഞാനും കൂടെ ഒന്നിച്ചിറങ്ങിയോണ്ട് പുഴയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവളെ പേടിയാണ്, കല്ലൊക്കെ ഇളകിയിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഞാൻ കരയിൽ നിന്നിട്ടാണ് കേട്ടോ അലക്കുന്നത്. പിന്നെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ്, നല്ല ഒഴുക്കുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണൊക്കെ എന്തൊക്കെയോ ആവും. വെള്ളത്തിൽ ഭയങ്കര ഒഴുക്കാണ്ടോ. ഒഴുക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തിരമാലയില്ല, അത് അടിക്കും പോലെ എനിക്ക് തോന്നിട്ടോ. കുറേ അലക്കാനുണ്ടായിരുന്നു. കുട്ടികൾ രാവിലെ അയച്ചിട്ടതും തലേ ദിവസത്തെ ഷാണ്ട അയച്ചിട്ടതും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അന്നേരം വേഗം അലക്കലും പരിപാടികളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്തു കേട്ടോ. പുഴ കാണുമ്പോൾ എല്ലാവരും പറയും, മോളെ പുഴയിൽ ഇറങ്ങല്ലേ, വെള്ളമുണ്ട്, ഒലിച്ചു പോകും, പേടിയാവും എന്നൊക്കെ പറയും. പക്ഷേ അലക്കാൻ വേറെ നിവർത്തിയില്ല. നമുക്ക് പൈപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് അലക്കണം. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ മുക്കി കൊണ്ടുപോകണം. മേലേക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ മുക്കി കൊണ്ടുപോകണം. അന്നേരം ഇതാ കുഞ്ഞാപ്പുക്കുട്ടിയുണ്ടോ പുറകെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവളിതാ ഇവിടെ നിന്നിട്ട് ഓരോരോ പരിപാടികൾ എടുക്കുന്നുണ്ട്. ചക്കര വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികൾ എടുക്കുന്നത്. നേരത്തെ അലക്കലൊക്കെ കഴിഞ്ഞ് നേരെ കയറി പോകാൻ കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ കഴുത്തിൽ ചക്കരേൻ്റെ കുറേ മാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ പോയി ചക്കരയും പൊന്നും മാറ്റുന്ന നേരം പോയിട്ട് ഓരോന്നൊപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് വെയിലുള്ളത് കൊണ്ട് തന്നെ തുണികളൊക്കെ വേഗം ആറിയിടുക കേട്ടോ. ഒന്ന് നല്ല വെയിലായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഏകദേശം ഒരു 3 മണി വരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് അഴയൊന്നും കെട്ടാനുള്ള സൗകര്യം മുകളിലില്ല. കാരണം എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ. എസ്റ്റേറ്റിൻ്റെ സ്ഥലത്ത് നമുക്കങ്ങനെ അഴയും കാര്യങ്ങളൊന്നും കെട്ടാൻ പറ്റില്ല. അവർ കണ്ടാൽ പ്രശ്നമാക്കും. നമ്മളെ ഭാഗത്ത് എവിടെയെങ്കിലും കെട്ടാനേ പറ്റുള്ളൂ. മുകളിലേക്ക് മൊത്തം എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ കെട്ടിവെച്ച അയലാണ് കേട്ടോ. അവിടെ അനിയത്തിൻ്റെ അവർ തുണിയിടണം, അമ്മേൻ്റെ അവരെ തുണിയിടും, ഞങ്ങളെ തുണിയിടും, എല്ലാം ഏകദേശം അവിടെ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും തുണികൾ ആറിയിടുക. പിന്നെ ചായച്ചെടീൻ്റെ മുകളിൽ കൂടെയൊക്കെ ചെറിയ തുണികൾ ആറിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചപ്പൊക്കെ തളിർത്ത് വരുന്നതുകൊണ്ട് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാക്കും. അന്നേരം അവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തുണിയൊക്കെ വാരിക്കൊണ്ട് പോകും. പണ്ടൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിളിക്കും മോളിന്ന്, അവർ ചീത്ത പറയും. എന്നാലും അവർ കാണുവരെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇട്ട് വെക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആരെങ്കിലും കണ്ടിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അതായത് ചെറിയ തുണികളാണ് ഇട്ടത്. കുഞ്ഞാപ്പൂവിൻ്റെ മാത്രം അങ്ങനെയൊക്കെ ഇരുന്നുള്ളൂ. ബാക്കി നമ്മളെ സിൽവർ കണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചില്ല. ഇന്ന് ഞാൻ ലൈവിലായി സിൽവറിൻ്റെ ഇല കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ടും മനസ്സിലായിട്ടില്ല എല്ലാവർക്കും. ഇതാണ് കേട്ടോ ഈ കാണുന്നതാട്ടോ, ഈ ചായച്ചെടീൻ്റെ ഉള്ളിൽ കൂടി കന്നി മരങ്ങളില്ല, അതാണ് കേട്ടോ സിൽവറിൻ്റെ മരങ്ങൾ. അതിൻ്റെ ഇല കണ്ടോ, ഇതിങ്ങനെ ചായച്ചെടീൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അത് നിറച്ച് കൊടിയുണ്ട്, കുരുമുളകിൻ്റെ കൊടിയുണ്ട് കേട്ടോ നിറച്ച്. അതിനകത്ത് കുരുമുളകിൻ്റെ സീസണാകുമ്പോൾ നിറച്ച് കുരുമുളക് ഉണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത്. അത് പറിക്കാൻ അതിനായിട്ട് സെപ്പറേറ്റ് കാവൽക്കാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. വാച്ചർമാരൊക്കെ ഉണ്ടാവും രാത്രിയാകുമ്പോൾ. പിന്നെ അടുത്ത വീട്ടിൽ കുട്ടീൻ്റെ കാറാണ് കേട്ടോ അവിടെ നിർത്തിയിട്ടേക്കുന്നത്. പിന്നെ ഈ തപ്പുന്ന എന്താ പറയുക, കൂണാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇടക്കിടക്ക് കൂണ് കിട്ടലുണ്ട്. അതിന് തുണി ആറിയിട്ട് കഴിഞ്ഞ് കുഞ്ഞാപ്പൂ അനിയൻ്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ കുട്ടീനോട് കളിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാനും ചക്കരയും കൂടെ തുണി ആറിയിട്ട് ബക്കറ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ കുമ്മിലൊക്കെ ഒന്ന് ഇങ്ങനെ തപ്പുക കേട്ടോ. ആ കാണുന്നതാണ് നമ്മളെ മുനീശ്വരൻ കുന്ന് എന്ന് പറയും കേട്ടോ. ആ കുന്ന് അത് നമ്മൾ അവിടെയൊക്കെ ചെറിയ വിള്ളലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ചക്കര എടുത്ത് വെച്ച വീഡിയോ ഉണ്ടോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ കേട്ടോ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. ആ മുനീശ്വരൻ കുന്നിൽ അവിടെ ഒരു അമ്പലമുണ്ട്. അവർ സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഒരു ഗുഹയൊക്കെ ഉണ്ട് പണ്ടത്തെ, നല്ല വ്യൂ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെയൊക്കെ ചെറിയ വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട് പറയുന്നത്. അതൊക്കെ വിള്ളൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളെ പുഴയിൽ കൂടെ വന്ന് നമ്മളൊക്കെ അങ്ങോട്ട് പോയി തീരും കേട്ടോ. ഇതൊക്കെ ചക്കര പോയിട്ട് കണ്ടിട്ട് നല്ല തളിർത്ത് ചപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ നല്ല മഴയായതുകൊണ്ട് ചപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കൂണൊക്കെ തപ്പി ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. ഒരു രസമാണ് കേട്ടോ. വെയിലൊക്കെ എറിക്കുമ്പോൾ ഇങ്ങനെ നടക്കുക എനിക്കൊരു വട്ട് കേസ് പണിയാണെന്ന് പറഞ്ഞാൽ മതി. എന്ന് രാവിലെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ പോയി നോക്കുന്നത്. ഫുള്ള് നനയും കേട്ടോ. ഈ ചായച്ചെടീൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഫുള്ള് നനയും.
അന്നേരം എവിടെ ഇല്ല, അന്നേരം കിട്ടിയിട്ടില്ല, അന്നേരം ഇല്ല എന്ന് ചക്കരേനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. അന്നേരം ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ഓക്കെ.